ഹേ ഗായ്സ്, എപ്പിസോഡ് 5ന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. നിങ്ങൾ ഒരു എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യുക, സ്പോയിലേഴ്സ് ആണ്. അപ്പോൾ സാധാരണ ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ തുടങ്ങേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു എപ്പിസോഡ് 5ന്റെ ട്രെയിലർ കാണിച്ച് കഴിഞ്ഞപ്പോൾ കാണിച്ച കാര്യങ്ങളൊന്നുമല്ല ഈ എപ്പിസോഡിനകത്തുള്ളത്. വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിപ്പോൾ. എനിക്ക് തോന്നുന്നത് എപ്പിസോഡ് 6ന്റെ ട്രെയിലർ എന്ന് പറഞ്ഞാൽ കാണിച്ചത് എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് 5ന്റെ ട്രെയിലറിൽ കാണിച്ച സംഭവങ്ങളെല്ലാം നടക്കാൻ പോകുന്ന മിക്കവാറും എപ്പിസോഡ് 6ലായിരിക്കും. കാരണം ഈ എപ്പിസോഡ് 5ന്റെ ട്രെയിലറിൽ കാണിച്ച ഒരു സംഭവങ്ങളും തന്നെയില്ല. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡ് ലാസ്റ്റ് നിർത്തിയെന്ന് ഒരു കണക്ഷനോ അങ്ങനെ ഇല്ലാതെ ഞാൻ തുടങ്ങുന്നത്. എപ്പിസോഡ് തുടങ്ങുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിവർലാൻഡ്സ് കാണിച്ചിട്ടാണ്. അതായത് റിവർലാൻഡ്സിൽ ഓസ്കാർ ടെല്ലിയും റോഡ്രിക് ഡസ്റ്റിനായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതായത് എത്രയും പെട്ടെന്ന് നമ്മുടെ ടെമ്പിൾട്ടണിലോട്ട് എത്തണമെന്ന്. കാരണം റെനേറിയ പറയുന്നുണ്ടല്ലോ, അതായത് അവിടെ പോയി ഡ്രാഗൻസിനെ കൊണ്ട് അവിടുത്തെ സിവിലിയൻസിനെ ഉൾപ്പെടെ ബേൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഒരു മേഗോർ ദ ക്രൂവൽ റിട്ടേൺ അങ്ങനെ പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു 2 ഡ്രാഗൺ റൈഡേഴ്സിനെ ടെമ്പിൾട്ടൺ വാച്ച് ചെയ്യാൻ നിർത്തിയിട്ട് ഇവരുടെ ആർമി, റിവർലാൻഡ്സിൻ്റെ ആർമി, അവർ ഇവിടേക്ക് വരണം. അതായത് ടെമ്പിൾട്ടണിലോട്ട് വന്നിട്ട് ഓരോ ഹൗസിലോട്ടും കയറി കൊന്ന്, അങ്ങനെയാണ് അവരുടെ പ്ലാൻ. അവരെല്ലാം ഒഴിപ്പിക്കുക, അതായത് ഓർമണ്ട് ഹൈറ്റാറിൻ്റെ ആർമിനെ ഒഴിപ്പിക്കുക എന്നാണ് അവരുടെ പ്ലാൻ ആയിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഇവർ രണ്ടും തമ്മിലുള്ള ഡിസ്കഷനാണ്. അപ്പൊ എന്താ പറയാ, ഓസ്കാർ ടെല്ലി ചെറിയൊരു പയ്യനാണെങ്കിലും അത്യാവശ്യം ബുദ്ധിയുള്ളവനാ. ബാക്കിയുള്ളവരെ പല്ലല്ലോ ചാടി ഓടി എടുത്ത് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്ന ആളല്ല. കാരണം അപ്പുറ സൈഡിൽ ക്രിസ്ത്യൻ ഗോളും ഗെയിനുമായിട്ടുള്ള അവർ ഇവിടെ വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായത്. ക്രിസ്ത്യൻ ഗോളിന്റെ ഈ എപ്പിസോഡിലെ ഫുൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സൂയിസൈഡ് മിഷനായിട്ട് നടക്കുന്നത്. അതായത് പുള്ളിക്ക് ജസ്റ്റ് എന്തായാലും ഒരു ഓണറോളായിട്ട് ഫൈറ്റ് ചെയ്യണം, ഫൈറ്റിനകത്ത് മരിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ രീതിയിലാണ് ഈ എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ ഓസ്കാർ ടെല്ലി പറയും അതിനൊരു എക്സ്ട്രാ പ്ലാൻ കൂടി ഉണ്ടാക്കും. കാരണം ഓൾറെഡി ക്രിസ്ത്യൻ കോള് വേറൊരു സെപ്പറേറ്റ് പ്ലാൻ ഉണ്ടാക്കി ഉമ്മാരെ അടിക്കാനുള്ള പ്ലാനായിട്ട് നടക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ബുദ്ധിപരമായിട്ട് കളിക്കുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റിവർലാൻഡ്സിന്റെ ഒരു ഭാഗം ആർമി ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. രാത്രിയാണ് സമയം. അപ്പോൾ ഇവന്മാരെ ക്രിസ്ത്യൻ കോളും പുള്ളിയുടെ ആർമിയും വന്നിട്ട് രാത്രി ആ ഫുൾ സ്ഥലം കത്തിച്ച് കളഞ്ഞ് അവരെല്ലാം ഒളിപ്പോര് നടത്തി കൊല്ലുന്ന ഒരു സംഭവമാണ് കാണുന്നത്. സൂയിസൈഡ് സ്ക്വാഡാണ്, പക്ഷെ പുള്ളിക്ക് ബുദ്ധിയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആർമിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊന്ന ആൾക്കാരുടെ എണ്ണാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ടോട്ടൽ സൈസ് റിവർലാൻഡ്സിന്റെ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഗോളിന്റെ കൂടെ ഇപ്പോൾ ഉള്ള ആർമിയുടെ ഒരു 10 ഇരട്ടിയെങ്കിലും വരും. അപ്പോൾ അതാരണം അവന്മാരെ നൈസൈഡ് ഒളിപ്പോരെടുത്തി കുറേ എണ്ണങ്ങളെ പുള്ളിക്കാരൻ കത്തിച്ചു കൊല്ലും. അതിനുശേഷം നമ്മുടെ ഹാരൻ ഹാൾ കാണിക്കുന്ന അവിടേക്ക് ഒരു 3 പേര് വരുന്നു എയ്മോണ്ടിനെ അന്വേഷിച്ച് വരാണ്. അപ്പോൾ തന്നെ എന്തായാലും ഒരു പ്രയത്തെ പോലെ ആലിസ് റിവേഴ്സ് അവിടെ വന്ന് നിൽക്കും. ആലിസ് റിവേഴ്സിനെ കാണിക്കുന്ന എല്ലാ എപ്പിസോഡിലും ഇങ്ങനെ ആരെങ്കിലും എയ്മോണ്ടിനെ അന്വേഷിച്ച് വരും. ചിലപ്പോൾ അവരുടെ സൈഡിൽ തന്നെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെല്ലായിരിക്കും. ഈ തവണ വന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റെനേറിയ കഴിഞ്ഞ എപ്പിസോഡിൽ അനൗൺസ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് ആരാണോ എയ്മോണ്ടിനെ കൊന്നു വരുന്നത് അവർക്ക് ഹാരൻ ഹാൾ തന്നെ കൊടുത്തേക്കാന്ന് പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബൗണ്ടിക്ക് ഇറങ്ങിയാണ് കുറേ ആൾക്കാരാണ്. അപ്പോൾ ഇവന്മാർ 3 പേരും പോയി ആലീസിനെ കാണും. ആലീസിൻ്റെ അടുത്ത് ചോദിക്കും എവിടെയാണ് ഏമണ്ട് എവിടെയാന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇവിടെ വേറെ ആരും ഇല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ പണ്ട് ചത്തൊരു പുള്ളിക്കാരിയുടെ അങ്ങനെ പറഞ്ഞാൽ അവരെ കുറച്ച് പേടിപ്പിക്കാനൊക്കെ പോകും. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വേറെ ആരും ഇല്ല എന്നൊക്കെ പറയും. എന്നിട്ട് പുള്ളിക്കാരിയുടെ വിച്ച് ക്രാഫ്റ്റിനകത്ത് വവ്വാലിനെ കാണിച്ചിട്ട് അവന്മാർ അത് കണ്ടിട്ട് പേടിച്ച് ഓടിപ്പോവും. അത് കഴിഞ്ഞിട്ട് അതായത് നമ്മളിപ്പോൾ 2 എപ്പിസോഡായിട്ട് വെയിറ്റിംഗ് ആയിരുന്ന എയ്മോണ്ടിനെ, അതായത് അന്നത്തെ ആ ഫൈറ്റിന് ശേഷം എയ്മോണ്ടിനെ വരെ കാണിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീക്കണ എയ്മോണ്ടിനെയാണ് നമ്മൾ കാണുന്നത്. അതായത് എയ്മണ്ട് ഹാരൻ ഹാളിലേക്ക് വന്നിട്ട് അവിടെ എല്ലാവരും, അതായത് സൈമൺ സ്ട്രോങ്ങിന് ഉൾപ്പെടെയുള്ള അവിടെ എല്ലാവരും കൊന്നു. പക്ഷേ സൈമൺ സ്ട്രോങ്ങിന്റെ മകൻ്റെ ഒരു കുത്ത് കിട്ടിയിട്ട് പുള്ളിക്കാരനെ പിന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതിനുശേഷം ഈ എപ്പിസോഡിൽ പുള്ളി ഞെട്ടി എനിക്കുന്ന കാണിക്കണം. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു കോമയിലായിരുന്നു. ജസ്റ്റ് ഒന്നല്ലെങ്കിൽ ഒരു കോമ, അല്ലെങ്കിൽ ആലി സർവേസിന്റെ വിച്ച് ക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കും. അവിടെ നിന്ന് പുള്ളിക്കാരൻ പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. പുള്ളിക്ക് കുറേ മെമ്മറീസ് ഉണ്ട്, കുറേ ഫ്ലാഷ് ബാക്സ് ഒക്കെ പുള്ളിക്കാരൻ കിട്ടുന്നത്. മിക്കവാറും അത് ആലി സർവേസിന്റെ തന്നെ പണിയായിരിക്കുള്ളൂ, കാരണം പുള്ളിക്കാരി വിച്ചാണല്ലോ. പുള്ളി എന്നിട്ട് ആലി സർവേസിനെ കെട്ടിപ്പിടിച്ചിട്ട് അവരെ പിച്ചും വേഗം പറയും. അതായത് പുള്ളി ഇപ്പോഴും കറക്റ്റ് മെന്റൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡില്ല. പുള്ളി ജസ്റ്റ് കുറേ ദിവസത്തെ കോമയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്ത് ശേഷം എഴുന്നേറ്റിട്ടുള്ളൂ. എന്നിട്ട് പുള്ളി വിചാരിക്കും ഇത് എലീഷൻ്റെ ആണ്, പുള്ളിയുടെ അമ്മയാന്ന് വെച്ചിട്ട് അങ്ങനെ കൊച്ചു പിള്ളേര് അമ്മേനെ കെട്ടിപ്പിടിച്ച് കയറല്ലേ, അതേപോലെ പേടിച്ചൊക്കെ ഇരുന്ന് അവിടെ നിന്ന് ഒരു പിച്ചും വേഗം പറയും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദാരിദ്ര്യം പിടിച്ച കൊട്ടാരമായിട്ട് കാണിക്കുന്നത്. കാരണം 10ന്റെ പൈസ ഇല്ല. പിന്നെ നമ്മളവിടെ നോക്കുമ്പോൾ ഫുള്ള് ഒരു ലോഡ് പൂച്ചകളെ കാണാം. കാരണം ഒരുപാട് എലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, പൈസ വരെ എലി കരണ്ട് നിന്നു. അപ്പോൾ ഇതിനെ ഒഴിവാക്കാനായിട്ട് പറയും പൂച്ചയുടെ ഒരു ലോഡ് പൂച്ചകൾ അവിടെ നമുക്ക് നടന്നു പോകണം. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ ഓർവൈലിനെയാണ്. പുള്ളി എലീഷൻ്റെ റൂമിലേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. അവിടെ ചെന്നിട്ട് പുള്ളി എന്തൊരു മെഡിസിൻ കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് അബോർഷനുള്ള ഒരു മരുന്നാണ്. കാരണം ഹെലേന പ്രഗ്നൻ്റ് ആണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഹെലേനയുടെ അടുത്ത് ഇത് കുടിക്ക്, ഈ കൊച്ചു ഇവിടെ ജനിച്ചാൽ ശരിയാവില്ല, ഇനി എങ്ങാനും ഈ കുട്ടി ജനിച്ചാൽ തന്നെ അത് ഓഫ് കോഴ്സ് റെനേറയ്ക്ക് ഒരു ത്രെട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ ആപത്താണ്, അല്ലെങ്കിൽ ഇനി അവളൊന്നും ചെയ്തില്ല തന്നെ ഈ കുട്ടിയുടെ അടിമയായിട്ട് ഇവിടെ വളരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നീ ഇത് കുടിക്കുക കൊച്ച്, അങ്ങനെ ഇങ്ങനൊരു കുട്ടിനെ വേണ്ട, എന്തിനാണ് ഇങ്ങനൊരു ദുരിതം പിടിച്ച സ്ഥലത്ത് ഈ കുട്ടിക്ക് നീ ജന്മം കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഹെലേന സമ്മതിക്കില്ല. അവൾ പറയും ഇത് എൻ്റെ കുട്ടിയാണ്, ഇത് എൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് ഞാനാന്ന് പറയും. അങ്ങനെ തീരും. പക്ഷേ അവിടെ സൈഡിൽ നിന്ന് മിസേരി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മിസേരിയ വന്നിട്ട് ഇതെന്താന്ന് ചോദിക്കും, എന്താണ് മെഡിസിൻ, എന്തിനാണ് ഗ്രാൻഡ് മാസ്റ്റർ നിങ്ങൾക്ക് മരുന്ന് കൊണ്ടുവന്നത്.
പുള്ളിക്ക് ഇവിടേക്ക് വരാൻ പ്രവേശനം പോലും ഇല്ല. എന്താണ് നിങ്ങൾ ക്യൂവിനെ ട്രിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അങ്ങനെ ചോദിക്കും. അപ്പോൾ ഏലിയേഷൻ്റെ പറയും ശരിക്കും അതായത് വിസേരിയസ് മരിച്ചതിന് ശേഷം എനിക്ക് ഒരാളായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് കുടിക്കാനുള്ള ഈ പ്രഗ്നൻസി ഇത് അബോർഷൻ ചെയ്യാനുള്ള മരുന്നാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി അടുത്ത് ഫുള്ള് കുടിക്കും. അപ്പോൾ മിസേരിയ മനസ്സിലായിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോകും. അതിനുശേഷം നമ്മുടെ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് ആണ്. അപ്പോൾ ഇത്തവണ സ്മോൾ കൗൺസിൽ മീറ്റിങ്ങിൽ സബിത ഫ്രൈയും കൂടി ഉണ്ട്. അത് സബിത ഫ്രൈക്ക് ഒരു കാസിൽ ജസേരിയസ് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ ഒന്നാണ്. പക്ഷേ ഇവിടെ ദാരിദ്ര്യം പുള്ളിക്കാരിക്ക് അറിയില്ല. ഇത്രയും വലിയ ദാരിദ്ര്യം പുള്ളിക്കാരി പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരിയും കൂടി ഇതോടെ സ്മോൾ കൗൺസിൽ മീറ്റിങ്ങിനകത്തുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഡിസ്കഷൻ, കാരണം ഓൾറെഡി പൈസ ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പിന്നെ ടെമ്പിൾ ടണ്ണിൽ അവിടെ ഗോസിപ്സ് അങ്ങനെ കുറേ സംഭവം. അപ്പോൾ ഡേമൻ വളരെ സീരിയസ് ആയിട്ട് 2 സിറ്റി വാച്ചിൻ്റെ ആൾക്കാർ മരിച്ചു, ആരാ കൊന്നതെന്ന് അറിയില്ല, അതും പകൽ വെളിച്ചത്തിലാണ് കൊന്നത്. അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സബിത ഫ്രെയും ടോറൻ മാൻഡർലിയും കൂടി ഗോസിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അതായത് ഈ ടേബിളിനകത്ത് അലനും കൂടി ഇരിക്കുന്നല്ലോ. അലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് വലേരിയൻ്റെ ബാസ്റ്റേഡ് സൺസ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി ആ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. ഏതൊരു ഹോറിൽ ഉണ്ടായ കൊച്ചാണ് അങ്ങനെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡേമൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അതിനുശേഷം അവർ മിണ്ടില്ല കേട്ടോ. അപ്പോൾ ഡേമൻ പറയും ഇതിന് എത്രയും പെട്ടെന്ന് ഈ ഒരു ഇഷ്യൂവിനൊരു തീരുമാനം ഉണ്ടാവണം, എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്യണം. കാരണം എൻ്റെ നൈറ്റ് വാച്ചിൽ 2 പേരാണ് മരണപ്പെട്ടതെന്ന്, അതും പകൽ വിളിച്ചതില്ല, ആരാണ് കൊന്നതെന്ന് ഒരു വിറ്റ്നസ് പോലും ഇല്ല. അതുമാത്രമല്ല ഡ്രാഗൻസിന് കൊടുക്കാൻ ഫുഡില്ല, ഡ്രാഗൻസ് നീഡ്സ് ടു ബി ഫെഡ്, അങ്ങനെ ആ സംഭവം പറയും. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഡ്രാഗൻ ഗേറ്റിനകത്തൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു കുതിരകളെ കൊടുത്തിട്ടാണ് ഡ്രാഗൻസിൻ്റെ, അതായത് ഡ്രാഗൻസിന് വിശപ്പ് കയറി കഴിഞ്ഞാൽ ഡ്രാഗൻസ് അറിയാലോ, ഡ്രാഗൻസ് ആണ് ബാക്കി വലിയ മനുഷ്യരെ തന്നെ നിന്നാളി. അപ്പോൾ അതിന് വരും കുതിരകളെ കൊടുത്താണ് ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെ പറയും. പക്ഷെ മിസേരി ഇതൊന്നെല്ലാം ഇതിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ മിസേരിയും ഡേവിനായിട്ട് അടി. മിസേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഒരു റിപ്പീറ്റ് ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡേവിന് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇവിടെ നിന്ന് അടിയാണ്. എന്തോ ഡേവിനെ ചൊറിയാൻ വേണ്ടി മാത്രം ഇരിക്കേണ്ട ഒരു ക്യാരക്ടറായി മിസേരിയപ്പോൾ. പിന്നെ വേറെ കുറേ ഗോസിപ്പുണ്ട്. അതായത് വേഗാറിനെ ഇവിടെ എവിടെയോ കണ്ടവരുണ്ട്, അങ്ങനെ കുറേ ഗോസിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ റെനേറിയ ആടത്തിനോടും റെയിനോടും പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, റിവർലാൻഡ്സിൽ പോയിട്ട് വേഗാറിനെ എമണ്ടിനെ അന്വേഷിക്കാൻ പറയും. അപ്പോൾ ആടം പറയും അതായത് റെയ്ന 3 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, റെസ്റ്റ്ലെസ് ആയിട്ടാണ് ഡ്രാഗനെ റെഡി എന്ന് പറയും. അപ്പോൾ പറഞ്ഞറിയാം ഓക്കെ നിങ്ങൾ പോകണ്ട, ഓക്കെ ലെറ്റ് ഡേമൻ ഗോ, ഡേമൻ പോട്ടെ എന്ന് പറയും. അപ്പോൾ റെയ്ന സമ്മതിക്കില്ല, കാരണം ഓൾറെഡി പുള്ളിക്കാരുടെ മിസ്റ്റേക്കിലും കൂടിയാണ് ജേസ് മരിച്ചത്. അപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഉണ്ട് പുള്ളിക്കാരിക്ക്. റെയ്നയ്ക്ക് വേണ്ടി എന്തോ ഒരു മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യണം എന്നുള്ള ഇതിൽ പുള്ളിക്കാരി വേണ്ട ഒരു കുഴപ്പമില്ല, ഞാൻ തന്നെ പോകണം എന്ന് പറഞ്ഞു ആടവും റെയ്നയും കൂടി പിന്നെയും റിവർലാൻഡ്സിലോട്ട് പോകും. പക്ഷേ ഡെയ്മൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. റെനേറി എടുത്ത തീരുമാനത്തിനെ സംബന്ധിച്ച് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് വാക്ക് ചെയ്ത്, അതായത് ആ സ്മോൾ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം പുള്ളിയുടെ ഫസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾഡ് ക്ലോക്സ് ആർമി, അതായത് നമ്മുടെ സിറ്റി വാച്ചിലെ 2 പേരും മരിച്ചു, അതിനൊരു ജസ്റ്റിസ് എന്തെങ്കിലും അതിനെന്തെങ്കിലും ചെയ്യണം എന്നാണ് പുള്ളിയുടെ ഏറ്റവും വലിയ. അതായത് അതിനകത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ പുള്ളി ഇറങ്ങിപ്പോകും. അപ്പോൾ പുള്ളി ഇറങ്ങി പോകുമ്പോൾ തന്നെ റെനേറിയും പോകാൻ അറിയാലോ. അത് പുള്ളിക്കാരുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡേമൻ തന്നെ. ബാക്കി എത്ര ഡ്രാഗൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഡേമൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ പുള്ളിക്കാരിയും കൗൺസിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെ പിന്നെയും ഗോസി പറയും ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് ഡേമിൻ്റെ അടുത്ത് ചോദിക്കും നീ ഇങ്ങനെയാണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ എന്നെ ഒബേ ചെയ്യുക, അല്ലാത്തപ്പോൾ ചെയ്യില്ല, അങ്ങനെയാണോ ചെയ്യാൻ ചെയ്യുക, അതായത് പിന്നെ എന്നെ ആരെങ്കിലും ക്യൂനായിട്ട് കൺസിഡർ ചെയ്യുമോ, അങ്ങനെ പറയാൻ പരാതി പറയും. അപ്പോൾ ഡേമൻ ഈ സംഭവം പറയും നീ എന്തിനാണ് സർ ലൂതറിൻ്റെ അടുത്ത് ഈ അവിടെ ഭിത്തിയിൽ എഴുതി വയ്ക്കുന്നവരൊക്കെ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി അവരെ അവിടേക്ക് വിടുക, അതുകൊണ്ടല്ലേ അവർ മരിച്ചത്, അങ്ങനെയൊക്കെ പറയും. ഇത്രയും ചെറിയ കാര്യങ്ങൾ നീ കൺസിഡർ ആവരുത്, യു ആർ ഓൾറെഡി പവർഫുൾ, ആൾക്കാർ എന്ത് ചിന്തിക്കുന്നു നിനക്ക് ചിന്തിക്കും, ഞാൻ ചിന്തിച്ച് വറയിടാവേണ്ട കാര്യമില്ല, ഇപ്പം നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നു എനിക്ക് 2 ആൾക്കാരെ നഷ്ടപ്പെടില്ലായിരുന്നു, അങ്ങനെ പറയും. അപ്പോൾ ഈ കോൺവെർസേഷൻ ഇടയ്ക്ക് ഒരു മെയ്ഡ് എന്ന് പറയും ക്യൂ ദർ ഈസ് എ ഗുഡ് ന്യൂസ്, യുവർ സൺ ഈസ് ഹിയർ. അതായത് റെനേറിയുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ജോഫ്രി വലേരിയൻ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ റെനേറി പറയും കാരണം പുള്ളിക്കാരിക്ക് ഒരു ചെറിയ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയും. എന്നിട്ട് പുള്ളിക്കാരി പോയി ജോഫ്രി കിടന്നു പറയുന്ന സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ പീപ്പ് ചെയ്ത് നോക്കിയിട്ട് നൈസായിട്ട് ഇങ്ങനെ ഹഡിയുടെ പീക്ക് അങ്ങനെ നോക്കിയിട്ട് പുള്ളിക്കാരി പോകും. അതിനുശേഷം ലോർഡ് ലേറീസിനെയും ഏഗോണെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏഗോൺ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പുള്ളിയുടെ ആ ഒരു ക്യാമ്പ് ഉണ്ടല്ലോ, പുള്ളിനെ കൊണ്ട് ആ ബൂട്ടിട്ട ഷൂ ഒക്കെ കിസ് ചെയ്യിപ്പിച്ച് ആ സ്ഥലത്ത് നിന്ന് പുള്ളിക്കാരൻ എസ്കേപ്പ് ചെയ്ത് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ലേഡീസ് എന്ന് ചോദിക്കുന്നത് ഒരിക്കലും ഇവിടെ നിന്ന് പോകരുത്, പണിയാവും, ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്, നമുക്ക് കഴിക്കാൻ ഫുഡോ താമസിക്കാൻ സ്ഥലമോ ഒന്നുമില്ല. അപ്പോൾ ഏഗോൺ പറയും അതായത് പക്ഷേ വെൻഡിഷ് ടൗണിലെ വീഡിയോ വേഗാറിനെയും ഏമോണിനെയും കണ്ടവരുണ്ട്, അപ്പോൾ എനിക്ക് അവിടേക്ക് പോകണം എന്ന് പറയും. അപ്പോൾ ലേഡീസ് പറയും ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ എനിക്ക് അവിടേക്ക് നടന്നു പോകാനും പോലും ഇല്ല, എനിക്ക് ഒരു 10 മിനിറ്റ് നടക്കാൻ പോലും പറ്റില്ല, അപ്പോൾ അത്രയും ദൂരത്താണ് വെൻഡിഷ് ടൗണുള്ളത്, അപ്പോൾ അവിടെ വരെ എനിക്ക് എത്താൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ പറയും അത് ഞാൻ നോക്കിയോളാം, ഞാൻ എങ്ങനെയും പോകും, വെൻഡിഷ് ടൗണിലെത്തി എനിക്ക് ഏമോണിനെ കിട്ടി അവൻ എനിക്ക് കൊല്ലണം, കാരണം അവൻ എന്നെ കൊന്നു എന്ന് പറഞ്ഞ് പ്രചരണപ്പെടുത്തി എന്നെ നാണം കെടുത്തി എന്നെ ഈ സിറ്റുവേഷനിലാക്കിയത് അവനാണ്, അവൻ കാരണമാണ് ഞാൻ ഈ ദുരിതമെല്ലാം അനുഭവിക്കുന്നത് പറയും. അപ്പോൾ ഞാൻ വെൻഡിഷ് ടൗണിലോട്ട് പോയിട്ട് അവനെ കൊല്ലാൻ പാടെന്ന് പറയും. അതിനുശേഷം ഗെയിൻ ഹൈറ്റോറിനെ നമ്മുടെ ക്രിസ്ത്യൻ ഗോൾഡിനാണ് കാണിക്കുന്നത്. ഇവർ ട്രാവൽ ചെയ്ത് പോകണം, അതായത് നമ്മുടെ റിവർലാൻഡ്സിനെ കുറച്ച് ആർമിയിലുള്ള ആൾക്കാരെ കൊന്നിട്ട് കത്തിച്ച് കൊന്നതിന് ശേഷം ഇവന്മാർ
പോണ വഴിക്കുള്ള ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്ത്, അതായത് ബ്രിഡ്ജ് തകർത്തിട്ട് ഇവരുടെ ടെമ്പിൾട്ടണിലുള്ള യാത്രയെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് ഇവരുടെ പരിപാടി. അപ്പോൾ ഈ എപ്പിസോഡിലെ എന്താ പറയുക, സൂയിസൈഡ് സ്ക്വാഡാണ് ഇവന്മാർ. ഗെയിൻ അല്ല, ഗെയിൻ ഹൈറ്റവർ അല്ല, പക്ഷേ ക്രിസ്ത്യൻ ഗോൾ അങ്ങനെ തിരിച്ചിട്ട്, അതായത് സ്വർഗത്തിലേക്കുള്ള പ്രീമിയം ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ഒഡീസിയാണ് പുള്ളിക്കാരൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിൻ ഹൈറ്റവർ ആരാന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ പറയാം, എലീഷൻ്റെ സിസ്റ്ററാണ്, അല്ല എലീഷൻ്റെ ബ്രദറാണ് പുള്ളിക്കാരൻ. അത് മാത്രമല്ല നമ്മുടെ ഓർമണ്ട് ഹൈറ്റവറിൻ്റെ കസിൻ കൂടിയാണ്. അതിനുശേഷം ടെമ്പിൾട്ടണിലെ രണ്ടുപേരും മരിച്ചില്ല, അതായത് ഗോൾഡ് ക്ലോക്സ് ആർമി ആയിട്ടുള്ള നൈറ്റ് ചാർച്ചിലെ രണ്ടുപേരും മരിച്ചു. അപ്പോൾ അത് അന്വേഷിക്കാനായിട്ട് ഡേമൻ തന്നെ ടെമ്പിൾട്ടണിലോട്ട് പോകണം. അപ്പോൾ അവർ അവിടെ ചെന്ന് ഇങ്ങനെ ഓരോന്ന് അന്വേഷിക്കണം. അതേ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരാൾ കൂടുതൽ ശബ്ദം കേൾക്കണം, ആൾക്കാർ കരഞ്ഞ് ഞെട്ടുന്ന ശബ്ദം കേൾക്കണം. അപ്പോൾ ഇവന്മാർ ഓടിച്ചു നോക്കുമ്പോൾ പിന്നെയും രണ്ടുപേരും മരിച്ചിരിക്കണം. അതായത് നൈറ്റ് ചാർച്ചിലെ അടുത്ത രണ്ടുപേരെയും കുത്തി, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്രൂട്ടലായിട്ട് കൊന്നിട്ടേക്കാണ് ഡേമൻ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഓർമണ്ടിനെയും ഡേറിനെയും കാണിക്കും. അവർ അവിടെ നിന്ന് സംസാരിക്കുന്നത്, അത് എന്താണ് ഹിസ്റ്ററിയുടെ എന്താ പറയുക ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നത്. അതായത് പുള്ളിക്കാരൻ ഓർമണ്ട് ഹൈറ്റവർ ഡേറിനെ കൊണ്ട് ഹിസ്റ്ററി എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഹിസ്റ്ററി അല്ല, ഓൺലി ഹൈറ്റവറിൻ്റെ. പുള്ളി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സുപ്പീരിയാരിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവരുടെ ഇതിനെക്കുറിച്ച് മാത്രം പഠിക്കുക. ഹൈറ്റവറാണ് ഏറ്റവും വലിയ ഗ്രേറ്റ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. പുള്ളിനെ ഡേറിൻ്റെ തലയിൽ ഹൈറ്റവർ ഫുൾ, എല്ലാം ഹൈറ്റവർ, ബാക്കി എല്ലാവരും സ്ലേവ്സ്. ആ മെൻറ്റാലിറ്റി ഒക്കെ കണ്ടിട്ട് പുള്ളിനെ കൊണ്ട് അവരുടെ ഹിസ്റ്ററി വായിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഓർമ്മ ഡയറിൻ്റെ അടുത്ത് നോക്കി എങ്ങനെയുണ്ട് ഹിസ്റ്ററി, വാട്ട് അബൌട്ട് ഹോബീസ് ഓർ ഹിസ്റ്ററി എന്ന് നോക്കിയോ. പുള്ളിക്കാരൻ പറയും ഇതൊന്ന് പറയും, ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രൈ ആയിട്ടുള്ള ഹിസ്റ്ററിയാന്ന് പറയും. അപ്പോൾ തന്നെ ഓർമ്മ ഇങ്ങനെ നോക്കും. അപ്പോൾ ഡയറൻ പേടിച്ചു. പുള്ളി അല്ല ആദ്യം അങ്ങനെ തോന്നുമെങ്കിലും പിന്നീട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നു, അങ്ങനെ മാറ്റി പറയും. കാരണം പുള്ളി ഒരു എന്താ പറയുക, ഓർമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സൈക്കോ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. അപ്പോൾ അങ്ങനെ പറയും. അപ്പോൾ പുള്ളിക്കാരൻ ബാക്കി വായിക്കാൻ പറയും. ഇങ്ങനെ വായിച്ച് പോയി പുള്ളിക്കാരൻ ഓർമ്മണ്ടായിട്ട് അവർ മെരിയ മാർട്ടലിൻ്റെ കഥ പറയും. ഏകദേശം ഞാൻ ഡോമിൻ്റെ ആ സമയത്തെ ലോഡ്സ് ആയിട്ടിരുന്ന മെരിയ മാർട്ടൽ. അപ്പോൾ പുള്ളി പറയും, അതായത് ഇവൻ ഏഗോൺ ദ കോൺകറർ കുഡന്റ് കോൺകർ ഡോം ബിക്കോസ് ഓഫ് എന്ന് പറയും. അതായത് മെരിയ മാർട്ടലിൻ്റെ കഥ പറയും. പുള്ളിക്കാരി എങ്ങനെയാണ് ഏഗോൺ ദ കോൺകറർ, ഏകദേശം അത്രയും ബലേരിയൻ എന്ന് പറഞ്ഞ ഡ്രാഗൻ ഉണ്ടായിരുന്ന ആൾ വന്നിട്ട് പോലും എങ്ങനെ അവർ പിടിച്ചു തന്നു. അതായത് അവർ ഇതുവരെ ചരിത്രത്തിൽ അവർ ഇതുവരെ അവരെ മുട്ടുമടക്കിയിട്ടില്ല. അപ്പോൾ അവരെന്താണ്, എന്ത് വഴിയാണ് ഉപയോഗിച്ചത്, അതിനെക്കുറിച്ച് വായിച്ച് ആ ഒരു സംഭവം ഡേറിന് പറഞ്ഞു കൊടുക്കും. മെരിയ മാർട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ഒരു മിലിറ്ററി മൈൻഡുള്ള ഒരു പ്രിൻസസ് ആയിരുന്നു. അതായത് പുള്ളിക്കാരിനെ കാണാൻ ഭംഗി ഉണ്ടായിരുന്നില്ല. പുള്ളിക്കാരി എന്താ പറയുക, ബ്ലൈൻഡ് ആയിരുന്നു, ജന്മന ബ്ലൈൻഡ് ആയിരുന്നു, പിന്നെ ബാൾഡ് ആയിരുന്നു, തലയിൽ മുടി ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അത്രയും മിലിറ്ററി മൈൻഡുള്ള പ്രിപ്പയർഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോൺ ദ കോൺകറിന് പോലും ആ ഡോമിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. അത്രയും കണ്ണിങ് ആയിട്ടുള്ള ആളായിരുന്നു. അതായത് പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുളങ്ങളിൽ തന്നെ വിഷം കലക്കി ആൾക്കാരെ, അതായത് അവിടുത്തെ ആർമീസിനെ ഒളിപ്പിച്ച് വെച്ച് അങ്ങനെയൊക്കെയാണ് ഏഗോൺ ദ കോൺകറിൻ്റെ അടുത്ത് പോലും ആ ഡോമിനെ രക്ഷിച്ചെടുത്തത്. അത് ഇതുവരെ മുട്ട് മടക്കിയിട്ടില്ല. അപ്പോൾ ഇതേ ഡോമിനെ പറ്റിയാണ് നമ്മുടെ എപ്പിസോഡ് 3 ഡേമൻ പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ ഡോം വരെ പിടിച്ചെടുക്കാം. അതായത് ഏഗോൺ പോലും പിടിച്ചെടുക്കാൻ പറ്റാത്ത ഡോമിനെ പിടിച്ചെടുക്കാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ റെന്നേറുടെ അടുത്ത് ഡേമൻ പറയുന്നത്. ഈ കോൺവെർസേഷനൊക്കെ നടക്കുന്ന സമയത്തിന് ഇവരൊരു സീവാസ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെസ് പോലത്തെ ഒരു ഗെയിം കളിച്ചിട്ടാണ് ഇവരതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡേറൻ പുള്ളിനെ തോപ്പിക്കുക ഗെയിമിനകത്ത്. അപ്പോൾ പുള്ളി ഞെട്ടിപ്പോവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മണ്ടല്ല ഞെട്ടുന്നത്, ഡേറൻ തന്നെ ഞെട്ടിപ്പോയി. ഡേറൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അറിഞ്ഞുകൊണ്ട് വെച്ചാണ്, അറിയാണ്ട് വെക്കാതാണ് പുള്ളിയുടെ രാജാവിനെ വെട്ടി. അപ്പോൾ ഓർമ്മണ്ടിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ പേടിച്ചു. പുള്ളി ഇങ്ങനെ മാറ്റിയെടുത്ത് വെക്കാൻ പോകുമ്പോൾ ഓർമ്മയുടെ കൈമ കയറി പിടിക്കും. വിന്നേഴ്സ് വിന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ബാക്കിൽ പോയി ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഒരിക്കലും വിക്ടറിയാണ്, അത് ആരുടെ മുമ്പിലും തോൽവി സമ്മതിക്കേണ്ടതില്ല എന്ന് പറയും. എന്നിട്ട് പുള്ളിക്കാരനെ ഒരു കോയിൻ കാണിച്ചു കൊടുക്കും. അതായത് ഇതാണ് നമ്മുടെ ഇനി മുതലുള്ള ഒഫീഷ്യലുള്ള കോയിൻ, അത് നിന്റെ പടം വെച്ചിട്ടുള്ള, അതായത് ഡേറൻ ടാർഗെറിയൻ പുതിയ കിങ് നീയാണെന്ന് വെച്ചിട്ടുള്ള ഒരു കോയിൻ കാണിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ആലീഷൻ്റെ എന്താ പറയുക, നമ്മുടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഇതിനെപ്പറ്റി ഹെലേൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. അതായത് രാത്രി, ഇതിപ്പോൾ നൈറ്റ് സാജിനകത്ത് എന്തോ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, അതുകൊണ്ട് നമുക്ക് രാത്രി രക്ഷപ്പെടാം, ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരാൾക്ക് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ നെക്ലേസ് അതിന് പരമായി സഹായിക്കണതിന് വരെ എക്സ്ചേഞ്ച് കൊടുത്തിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ആ ഗ്യാപ്പിൽ കിടെ രക്ഷപ്പെടാമെന്ന് പറയും. അപ്പോൾ ഹെലേന ചോദിക്കും, അപ്പോൾ വാട്ട് അബൌട്ട് ജഹേറാന്ന് ചോദിക്കും. അപ്പോൾ ജഹേറയുടെ റൂമിലോട്ട് നമുക്ക് പോയി നോക്കാം, പക്ഷേ പുള്ളിക്കാരി എങ്ങാനും ആ ചൈൽഡ് എങ്ങാനും ആ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, നമ്മുടെ പ്ലാനെല്ലാം പോകുമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ജഹേറേനോട് ഉപേക്ഷിക്കാം, ഒരിക്കലും റെനേറിയ ജഹേറേനെ കൊല്ലില്ല, അത് തുറന്ന്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏമണ്ട് പിന്നെയും ഞെട്ടി എനിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആലീസ് റിവേഴ്സ് പുള്ളിക്കാരൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഞെട്ടി എന്നിട്ട് ചോദിക്കും എവിടെ വെയ്കാർ എവിടെയാന്ന് ചോദിക്കും. അപ്പോൾ ഇതേ സമയത്ത് സറൗണ്ടിങ്സിൽ ഡ്രാഗൻ്റെ കരച്ചിൽ പോലത്തെ സൗണ്ടുകൾ കേൾക്കാം. അപ്പോൾ എവിടെയാണ് എൻ്റെ വെയ്കാർ എവിടെയാന്ന് ചോദിക്കും. അപ്പോൾ ആലീസ് റിവേഴ്സ് പറയും വെയ്കാർ ഫ്ലഡ് ചെയ്തു, പറന്നു പോയി എന്ന് പറയും. ഇല്ലില്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, അതായത് വെയ്കാറിനെ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകില്ല, വെയ്കാർ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ കുറേ കരയും. അപ്പോൾ ആലീസ് റിവേഴ്സ് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്യൂൻ റെനേറി തന്നെ വെയ്കാറിനെ ഹണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി, അതായത് വെയ്കാറും അഫ്രൈഡ് ആയിരിക്കും, അതിനും പേടിയുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും അത് പറന്നു പോയെന്ന് പറയും. അപ്പോൾ
അപ്പോഴാണ് പുള്ളിക്കാരൻ മനസ്സിലാകുന്നത് കിങ്സ് ലാൻഡിങ് പോയ കാര്യം പുള്ളിക്കാരൻ എപ്പോഴാണ് അറിയുന്നത്. കാരണം പുള്ളി കോമ പോലത്തെ സ്ലീപ്പിനകത്തായിരുന്നല്ലോ, ഇഞ്ചേർഡ് ആയിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കും. എന്നിട്ട് പുള്ളിക്കാരൻ പറയാം എല്ലാം എന്താ പറയുക, അത് പുള്ളി ഏഗോണിൻ്റെ തലയിൽ കൊണ്ടിടും. അപ്പോൾ ഇതേ സമയത്ത് തന്നെ സൈമിൾട്ടേനിയസ്ലി ഏഗോണെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏഗോൺ ഇരുന്ന് പരാതി പറയണു, എന്താ പറയുക, എയ്മോണ്ട് ഇരുന്ന് പരാതി പറയണു. എയ്മോണ്ട് പറയും ഏഗോൺ കാരനാണ് എല്ലാം സംഭവിച്ചെന്ന് പറയും. ഏഗോൺ പറയും എല്ലാം എയ്മോണ്ട് കാരനാണ് സംഭവിച്ചെന്ന് പറയും. പിന്നെ എന്താ പറയുക, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എപ്പോഴും അവനോടായിരുന്നു എയ്മോണ്ട് പറയും. ഏഗോൺ പറയും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അവനോടായിരുന്നു പറയും. അങ്ങനെ ഒരു സിബ്ലിങ്സ് ഫൈറ്റ് പോലത്തെ അങ്ങനെ സംഭവം രണ്ടും ഒരേ സമയത്തായിരുന്നു തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ലേഡീസ് പുള്ളിക്കൊരു ഒരു എന്താ പറയുക വെളിപാട് പോലെ കൊടുക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോണിൻ്റെ അടുത്ത്, പക്ഷേ നീ ജനിച്ചപ്പോൾ തന്നെ നീ ഫസ്റ്റ് ബോൺ ആയിട്ടുള്ള ചൈൽഡായിരുന്നു, നിനക്ക് എല്ലാ ബർത്ത് റൈറ്റ്സും എല്ലാ സംഭവങ്ങളും നിനക്ക് കിട്ടിയിരുന്നു, നിന്നെ ടീച്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ്മാൻ ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക എല്ലാ റൈറ്റ്സും നിനക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡ്രാഗൺ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് മാത്രമേ ലേഡീസ് പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഏറ്റവും ലോയലായിട്ടുള്ള ഒരു ഡ്രാഗൺ കൂടിയാണ് സൺഫെയർ. അപ്പോൾ അത്രയും എല്ലാം നിനക്ക് കിട്ടിയിട്ട് നീ ഒരു മോശം കിങ് എന്ന് മാത്രമല്ല നീ ഒരു മോശം വ്യക്തി കൂടിയായിരുന്നു പറഞ്ഞ് പുള്ളിക്കാരൻ തുറന്നടിച്ച് അങ്ങോട്ട് പറയും. ഇത് പുള്ളിക്കാരൻ ഇപ്പോഴും ക്യാമ്പിലോട്ട് ആ പറഞ്ഞ സ്ഥലത്തിലോട്ട് തിരിച്ചു പോകണം കേട്ടോ. പുള്ളി ഇവിടെ എയ്മോണ്ടിനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി അങ്ങോട്ട് തുറന്നടിച്ച് പറഞ്ഞിട്ട് ലേഡീസ് തിരിച്ച് ആ ക്യാമ്പിലോട്ട് നടന്നു. അപ്പോൾ എയ്മോണ്ട് ഇതേപോലെ തന്നെ ഇരുന്ന് അവരെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് പുള്ളീനെ, അതായത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഞാൻ പുള്ളീനെ വേർഷിപ്പ് ചെയ്തിരുന്നു, ഞാൻ പുള്ളീനെ ആരാധിച്ചാണ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോണെ എയ്മോണ്ട് പറയുന്നത് ആരാധിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പുള്ളി എന്നെ കുറേ ടോർച്ചർ ചെയ്തു. അങ്ങനെ അത് ആ സംഭവം അവസാനിക്കും. അപ്പോൾ ലോർഡ് ലേഡീസ് ഇത്രയും ഒക്കെ സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ ഒരു വെളിപാട് കൊടുത്തപ്പോൾ പുള്ളിക്ക് ബോധം ഉണ്ടായിട്ടാണ് പുള്ളിക്കാരൻ ക്യാമ്പിലോട് തിരിച്ചു പോകാൻ തയ്യാറാവും. അങ്ങനെ അവിടേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ടൈലൻ ലാനിസ്റ്ററിനെ കാണുമ്പോൾ, ടൈലൻ ലാനിസ്റ്റർ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫൈറ്റ് ഉണ്ടല്ലോ ബാറ്റിൽ ഓഫ് ബുള്ളറ്റ്, അതിനകത്ത് ആ ലോഹാറിൻ്റെ ഷിപ്പിലുണ്ടായിരുന്ന പുള്ളിക്കാരൻ. അപ്പോൾ ഷിപ്പിൻ്റെ വെയിറ്റ് പറയുന്നത് പോളിസോലേരിയൻ ആ ഒരു എന്താ പാറക്കെട്ടിൻ്റെ അടിക്കടെ ബോട്ട് എടുത്തുകൊണ്ട് പോലും, അപ്പോൾ ആ സമയത്ത് വെയിറ്റ് കുറയ്ക്കാനായിട്ട് താഴെ ഇട്ടെടുത്തനാണ്, താഴെ ഇട്ടാണ് അത്. പിന്നെ പുള്ളീനെ എപ്പോഴാണ് കാണിക്കുന്നത്, അപ്പോൾ പുള്ളിയായിട്ട് അവിടെ നിന്ന് കോൺവെർസേഷനാണ് ചെയ്യുക. പുള്ളീനെ അവിടെ കാണും. അത് പുള്ളി പറയും എത്രയും പെട്ടെന്ന് കിങ്ങിനെ ഇവിടെ നിന്ന് രക്ഷിച്ച് എന്താ പറയുക ഷിപ്പിലോട്ട് കയറ്റി എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോകണം പറയും. അപ്പോൾ ലേഡീസ് സമ്മതിക്കില്ല, അതല്ല ചെയ്യേണ്ടത്. എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളീനെ കാസ്റ്റിയ റോക്കിലോട്ട് കൊണ്ടുപോകാം, എന്നിട്ട് അത് പുതിയ കിങ്ഡം ആയിട്ട് അത് രാജാവിൻ്റെ റെസിഡൻസി പുതിയത് അതാക്കി അങ്ങനെ സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കണം. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഏഗോണിൻ്റെ ഒരു ബാഗ് ഉണ്ടല്ലോ, പുള്ളിയുടെ ആ ഒരു കിരീടം വെച്ചാണ് ഒരു കവർ, അത് മറ്റേ ആ ചാവാനായിട്ട് വഴിപാട് വെച്ചാണ് പുള്ളിക്കാരൻ കാണും. അതായത് അവരുടെ അവിടുത്തെ ക്യാമ്പിൻ്റെ അവിടുത്തെ ലീഡർ, അതായത് ജാനോസ് പുള്ളിക്കാരൻ പേര്. അപ്പോൾ പുള്ളി ഇത് കാണും. പുള്ളി ആ ക്രൗൺ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ പുള്ളി ഞെട്ടിക്കുക. അതായത് ഏഗോണെ കണ്ടുപിടിച്ചിരുന്നവർക്ക് റിവാർഡ് ഉണ്ടാവല്ലോ, എമൗണ്ടിന് ഹാരൻ ഹാൾ കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ പുള്ളി നൈസായിട്ട് ആഹാ ലോട്ടറി അടിച്ചില്ലോ എന്ന് പറഞ്ഞപ്പോൾ നേരെ പോയി ഏഗോൺ അവനെ തീർത്ത് കളയും. സമയം രാത്രിയാണ്. അപ്പോൾ എലീഷൻ്റെയും ഹെലേനയും കൂടി എസ്കേപ്പ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ ജഹാരനോട് കൂട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തായാലും ഹെലേന വരില്ലല്ലോ, അപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ തന്നെ മിസേരി പറയും. അപ്പോൾ മിസേരി ഓൾറെഡി കണ്ടു. അപ്പോൾ മിസേരിയെ ചോദിക്കും, അപ്പോൾ ഹെലേനയാണ് ശരിക്കും പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചോദിക്കും. അപ്പോൾ എലീഷൻ്റെ പുള്ളിക്കാരുടെ എന്താ പറയുക ഹൈ ടവർ ടെക്നിക്ക് അങ്ങോട്ട് ഉപയോഗിക്കാൻ നോക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പം എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് കിങ്ഡം റീടേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും അതേ രീതിയിൽ ഞാൻ സഹായിച്ചിരിക്കും. നീ ഇപ്പോൾ റെനേറിയുടെ കൂടെ എന്തോരം നിന്നാലും കാര്യമില്ല, കാരണം എപ്പോഴും അവളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഡെയ്മൻ ആയിരിക്കും. ചിലപ്പോൾ നീ ഇതിനേക്കാൾ നല്ല അഡ്വൈസ് കൊടുക്കണം, പക്ഷേ ഡെയ്മൻ ഈസ് എ ഡ്രാഗൺ റൈഡർ ആൻഡ് ഈസ് എജൈൽ അങ്ങനെയൊക്കെ പറയും. എന്നിട്ട് പുള്ളിക്കാരെ കൺവിൻസ് ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കും മെസേരിയ ക്യാരക്ടർ ഈ കാണുമ്പോൾ തന്നെ എപ്പോഴും സംതിങ് ഫിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരി സമ്മതിക്കുന്നതായിരിക്കും, പക്ഷേ പുള്ളിക്കാരി സമ്മതിക്കില്ല. പുള്ളിക്കാരി ഡോർ നോക്കി ചെയ്തിട്ട് പോകും. ഹെലേന ആ സമയത്ത് അപ്പോൾ പറയുന്നത് വെച്ചാൽ ഐ വാണ്ട് ടു സീ ദ മൂൺ, ഐ വാണ്ട് ടു ഗോ ഔട്ട്, അങ്ങനെ ഒരു സംഭവം പറയുന്നത്. ചിലപ്പോൾ അത് പുള്ളിക്കാരി ഡ്രാഗൻ ഉണ്ടല്ലോ ഡ്രീം ഫയർ, അതുമായിട്ടുള്ള ചെറിയ കണക്ഷനോ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവമായിരിക്കും. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അത് പറഞ്ഞ് ഞാൻ സ്പോയിലർ ആയിപ്പോൾ. കാരണം പുള്ളിക്കാരിയുടെ ഡ്രാഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവറിഷ് ആയിട്ടുള്ള ഡ്രാഗണുള്ളൂ ഡ്രീം ഫെയർ. അപ്പോൾ അതും മൂന്നായിട്ടുള്ള കണക്ഷനാണ് ആ സംഭവം അവിടെ ഉദ്ദേശിക്കുന്നത് പുള്ളിക്കാരി. അത് കഴിഞ്ഞ് പിന്നെയും ഹാരൻ ഹാൾ കാണിക്കും. പിന്നെ ഒരു 3-4 പേര് എന്താ പറയുക, അതായത് റിവാർഡിനല്ലോ എയ്മോണ്ടിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഹാരൻ ഹാൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയ്മോണ്ടിനെ അന്വേഷിച്ച് പിന്നെയും പോകും. അപ്പോൾ പിന്നെയും ആലീസ് റിവേഴ്സ് വരും. അപ്പോൾ പുള്ളിക്കാരി പറയും ഇവിടെ ആരും ഇല്ല എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഒരുത്തും പുള്ളിക്കാരനെ റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പുള്ളിക്കാരി 1-2 പേര് പുള്ളിക്കാരി അടിച്ചൊക്കെ ഇടും. അപ്പോൾ വേറൊരുത്തന്നെ പിടിച്ച് പുള്ളിക്കാരുടെ കഴുത്തിന് പിടിച്ച് കൊല്ലാനായിട്ട് പോകുമ്പോൾ തന്നെ എയ്മോണ്ട് ഒന്ന് പുള്ളിക്കാരനെ രക്ഷിക്കും. എയ്മോണ്ട് അവരെ കുത്തിക്കൊല്ലും, ബാക്കി എല്ലാത്തിനും കൊല്ലും. അപ്പോൾ ഈ എപ്പിസോഡ് ഉണ്ടപ്പോൾ എനിക്ക് മനസ്സിലാച്ചാൽ എയ്മോണ്ട് നമ്മൾ പറയുന്ന പോലെ അത്ര മോശമായിട്ടുള്ള ഫൈറ്ററല്ല, അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്റർ തന്നെയാണ്. ആസ് ഫോർ ഹിസ് ഏജ് ഈസ് റിയലി ഗുഡ്. അപ്പോൾ അങ്ങനെ അവരൊരു ടീം സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിസ് റിവേഴ്സ് പുള്ളിനെ രക്ഷിച്ചു, പുള്ളിക്കാരൻ അവളെ രക്ഷിച്ചു. അപ്പോൾ അവർ തമ്മിലൊരു ബോണ്ടായി മിക്കവാറും അത് ബ്ലാക്സിന് ഒരു പണിയാവുമോ കാത്തിരുന്നാണ്. പിന്നെ ഈ നൈറ്റ് വാച്ചിലെ ആർമിക്ക് അവർക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ സാലറി ഒക്കെ ഉണ്ട്, അവർക്ക് ശമ്പളം ഉണ്ടല്ലോ, പക്ഷേ കൊട്ടാരത്തിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ
അവർക്കെല്ലാം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായി തുടങ്ങി. മാത്രമല്ല 4 പേരോളം മരിച്ചു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സർ ലൂത്തർ പറയും ഇങ്ങനെ പോയിട്ട് നമ്മളിനിപ്പോൾ നിൻ്റെ യൂഷ്വൽ കോൺവെർസേഷൻ ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടോ അവർ ഇൻസ്പയർഡ് ആവണമെന്നില്ല അങ്ങനെ പറയും. പക്ഷേ ഡെയ്മനാണ് ഒരു ഒപ്റ്റിമസ് പ്രൈം ഒരു സ്പീച്ച് കൊടുക്കണം, ഒരു സ്പീച്ച് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാനുള്ള എൻ്റെ 3 ഇരട്ടി എല്ലാം തരാം. പിന്നെ നമ്മൾ ഡോമും പിടിച്ചടക്കും, എല്ലാ കിങ്ഡവും 7 കിങ്ഡത്തിൽ നിന്ന് 12 കിങ്ഡത്തോളം ആക്കിയെടുക്കും. അപ്പം നിങ്ങൾ വലിയ റിച്ച് ആവും, നിങ്ങൾക്ക് 3 ഇരട്ടി തരാം, അങ്ങനെ പറഞ്ഞ് ഇൻസ്പയർ ചെയ്ത് ഒരു സ്പീച്ച് ഒക്കെ കൊടുത്തു കൊടുക്കും. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കാറായി. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ പാരലായിട്ട് ഡേമൻ ടാർഗറിനെയും എലീഷനെയും ഒരുമിച്ച് കാണിച്ചിട്ടാണ്. പക്ഷേ ഒരേ സ്ഥലത്തല്ല, പക്ഷേ ഒരു പാരലായിട്ട് കാണിച്ചിട്ടുള്ളൊരു എപ്പിസോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എലീഷൻ്റെ അവരുടെ റൂമിനകത്ത് ഒരു ചെറിയ ഒരു ഗുഹ എസ്കേപ്പ് ചെയ്യാനുള്ള വേറെ റൂട്ട് കണ്ടെത്തും, അതായത് ഡോറല്ലാതെ ഒരു എസ്കേപ്പ് റൂട്ട് കണ്ടെത്തും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഡേമൻ ടാർഗറിയൻ നമ്മുടെ സിറ്റി വാച്ചിൻ്റെ അതിനുള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങിയതിനെ ഇതും വെച്ചിട്ട് ടോർച്ച് വെച്ച് സെർച്ച് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരായിരിക്കും. അപ്പോൾ രണ്ടുപേരും ഷോക്ക്ഡ് ആണോ ഒരു സെറ്റപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേമൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സർ ലൂത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമാൻഡർ ഓഫ് ദി നൈറ്റ്സ് വാച്ച് ഉൾപ്പെടെ 8ഓളം പേരെ കൊന്നോടെ ഇട്ടേക്കാണ്. അതേപോലെ തന്നെ പിന്നെ പുള്ളിക്കാരി ആണെങ്കിൽ എലീഷൻ്റെ ആണെങ്കിൽ അവർ രണ്ടുപേരും കൂടി അവിടേക്ക് ആ ഒരു സീക്രട്ട് ഹോളിൽ കൂടെ ഇറങ്ങി പോകും, ആ ചേമ്പറിനകത്ത് അവിടെ ലോക്കായി പോകും. അങ്ങനെ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡ് ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ 5ൻ്റെ ട്രെയിലറിൽ കാണിച്ചില്ല, അതെല്ലാം എനിക്ക് തോന്നുന്നു എപ്പിസോഡ് അടുത്ത 6th എപ്പിസോഡിലായിരിക്കും ഇതൊക്കെ നടക്കാൻ പോകണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടായിരിക്കും, ഡ്രാഗൺസിൻ്റെ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. കാത്തിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.